بسم الله الرحمن الرحيم الحمد لله رب العالمين واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, നിസ്കാരവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് ഈ ദർസിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അധ്യായത്തിലെ അഞ്ചാമത്തെ അടിത്തറ അദ്ദാബിത്തുൽ ഖാമിസ്, അഞ്ചാമത്തെ അടിത്തറ സുനനു സ്വലാത്തിൽ ഫിഅലിയ്യതി 20 സുന്നഹ്, നിസ്കാരത്തിൽ ചൊല്ലാനുള്ള സുന്നത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത്. ഈ ദർസിലുള്ളത് സുനനു സ്വലാത്തി അൽ ഫിഅലിയ്യ, പ്രവർത്തനത്തിൽ നിസ്കാരത്തിൽ ചെയ്യേണ്ട സുന്നത്തുകളാണ്. നിസ്കാരത്തിൻ്റെ രൂപങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്, റുക്കൂ ചെയ്യുമ്പോൾ, സുജൂദ് ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. ഏതൊക്കെയാണ് നിസ്കാരത്തിലെ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ? 20 സുന്നത്തുകളാണ് അതിലുള്ളത്. അതാണ് 20 എന്ന് പറഞ്ഞത്. 20 സുന്നഹ്. അൽ അവ്വൽ, ഒന്നാമത്തേത് റഫ്ഉൽ യദൈനി ഫി 4 മവാദിഅ. റഫ്ഉൽ യദൈൻ, കൈകൾ ഉയർത്തുക എന്നതാണ്. ഫി 4 മവാദിഅ, 4 സ്ഥലങ്ങളിൽ. നിസ്കാരത്തിൽ 4 സ്ഥലങ്ങളിൽ കൈകൾ ഉയർത്തുക എന്നത് സുന്നത്താണ്. ഏതൊക്കെയാണ് 4 സ്ഥലം? ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാമിൽ. തക്ബീറത്തുൽ ഇഹ്റാം റുക്നാണ്, പക്ഷേ കൈകൾ ഉയർത്തുക എന്നുള്ളത് സുന്നത്താണ്. ഒരാൾ കൈ ഉയർത്താതെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം ശരിയാണ്, പക്ഷെ അതിൻ്റെ സുന്നത്തായ രൂപം കൈ ഉയർത്തിക്കൊണ്ട് പറയലാണ്. ഇത് 4 മദ്ഹബുകൾക്കും ഏകാഭിപ്രായമുള്ള വിഷയമാണ്. കൈ ഉയർത്തുന്നത് സുന്നത്താണ് എന്നത് തക്ബീറത്തുൽ ഇഹ്റാം. രണ്ടാമത്തേത് ഇൻദ റുക്കൂഇലേക്ക് പോകുന്ന സമയത്ത്, റുക്കൂഇലേക്ക് പോകുന്നതിന് മുൻപ് കൈകൾ ഉയർത്തിക്കൊണ്ട് റുക്കൂഇലേക്ക് പോകും. കൈകൾ ഉയർത്തുക, റുക്കൂഇലേക്ക് പോകും. മൂന്നാമത്തേത് ഇൻദ റഫ്ഇ മിൻഹു, റുക്കൂഇൽ നിന്ന് ഉയർന്ന് സമി അല്ലാഹു ലിമൻ ഹമിദഹ് എന്ന് പറയുന്ന സമയത്ത് കൈകൾ ഉയർത്തുക, ഇത് സുന്നത്താണ്. ഈ 2 കാര്യങ്ങളും ശാഫിഈ മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഒക്കെ സുന്നത്താണ്. നാലാമത്തേത് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴുള്ള സന്ദർഭത്തിൽ കൈകൾ ഉയർത്തലാണ്. ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചു, തശഹുദിലിരുന്നു, തശഹുദ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ, മൂന്നാമത്തെ റക്അത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൈകൾ ഉയർത്തുക എന്നത് സുന്നത്താണ്. ഇത് ശാഫിഈ മദ്ഹബിൽ നവവിയെ പോലുള്ളവർ സ്വീകരിച്ച അഭിപ്രായമാണ്. ഈ പറഞ്ഞതിനൊക്കെയുള്ള ഇത് മദ്ഹബ്, ഞാൻ ആദ്യം പറയുന്നത് മദ്ഹബിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമാണ്. ഏത് മദ്ഹബിൽ ഏത് ഖൗലുണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് തെളിവ്. മദ്ഹബ് ഒരിക്കലും തെളിവല്ല. തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. എന്താണ് ഈ പറഞ്ഞ 4 സന്ദർഭങ്ങൾ കൈകൾ ഉയർത്തുന്നത് സുന്നത്താണെന്നതിന് തെളിവ് എന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർഫഉ യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൾ നിസ്കാരത്തിൽ ഉയർത്താറുണ്ടായിരുന്നു. എപ്പോഴെല്ലാം? ഇദ ഇഫ്തതഹ അസ്സലാഹ്, നിസ്കാരം ആരംഭിച്ചാൽ തക്ബീറത്തുൽ ഇഹ്റാം. വ ഇദാ കബ്ബറ ലിറുകൂഅ്, റുകൂഇലേക്ക് വേണ്ടി തക്ബീർ ചൊല്ലിയാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുകൂഇലേക്ക് പോകുമ്പോൾ കൈകൾ ഉയർത്താറുണ്ട്. വ ഇദാ റഫഅ റഅസഹു മിന റുകൂഅ്, റുകൂഇൽ നിന്ന് ഉയർന്ന് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ കൈകൾ ഉയർത്താറുണ്ട്. അപ്പോൾ ഈ 3 സമയങ്ങൾ അബ്ദുല്ലാഹ് ബിൻ ഉമറിൻ്റെ ഹദീസിൽ വന്നിട്ടുണ്ട്. തശഹൂദിലേക്ക് എഴുന്നേൽക്കുമ്പോഴുള്ള, തശഹൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴുള്ള കൈകൾ ഉയർത്തുക എന്നതാകട്ടെ അബൂ ഹുമൈദ് സാഇദി എന്ന സഹാബിയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം എനിക്ക് ഏറ്റവും നന്നായി അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം വിവരിച്ചു കൊടുത്ത ഹദീസിൽ കാണാം, ഹത്ത ഇദാ ഖാമ മിന സിജ്ദതൈനി കബ്ബറ വറഫഅ യദൈഹി, അദ്ദേഹം സുജൂദുകളിൽ നിന്ന് 2 സുജൂദ് കഴിഞ്ഞ് തശഹൂദ് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ, അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം തൻ്റെ കൈകൾ ഉയർത്തിയിട്ടുണ്ട്. ചില ഹദീസുകൾ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ താഴ്ചയിലും എല്ലാ ഉയർച്ചയിലും ചില സന്ദർഭങ്ങളിൽ കൈകൾ ഉയർത്താറുണ്ടായിരുന്നു. ഇപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ അല്ലാഹു അക്ബർ, റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, റുക്കൂയിൽ നിന്ന് വരുന്ന അല്ലാഹു അക്ബർ, സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, റുക്കൂയിൽ നിന്ന് വരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ, സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, സുജൂദിൽ നിന്ന് വരുമ്പോൾ അല്ലാഹു അക്ബർ, ഇരിക്കുന്ന സമയത്ത് ഇരുന്നിട്ട് വീണ്ടും സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ. എല്ലാ
ഉയർച്ചയിലും താഴ്ചയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയിരുന്നു എന്ന് ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതാകട്ടെ എപ്പോഴും ചെയ്തിട്ടില്ല, എപ്പോഴെങ്കിലുമെല്ലാം ചെയ്ത കാര്യമാണ്. അപ്പോൾ ഒരാൾ ചില സന്ദർഭങ്ങളിൽ ഒന്നല്ലെങ്കിൽ അയാൾക്ക് ഈ സുന്നത്ത് അറിയുന്ന ആളുകൾക്കിടയിൽ, അതല്ലെങ്കിൽ അയാളിൽ നിന്ന് ഈ സുന്നത്ത് പിൻപറ്റാൻ സാധ്യതയുള്ള ആളുകൾക്കിടയിൽ, അതല്ലെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് ഇത്തരം സുന്നത്തുകൾ പ്രാവർത്തികമാക്കുക. ജനങ്ങൾക്ക് വളരെ അപരിചിതമായ സുന്നത്തുകൾ പ്രാവർത്തികമാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു സുന്നത്ത് കൊണ്ട് ആളുകൾക്കിടയിൽ അനേകം ഹറാമുകൾ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സുന്നത്തായ ഒരു കാര്യം സുന്നത്തായ ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഹറാമ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരി, കൈകൾ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, കൈകൾ ഉയർത്തുമ്പോൾ ഒന്ന് കൈകൾ പരത്തി വെക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ വിരലുകൾ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. ഇങ്ങനെയല്ല കൈ ഉയർത്തേണ്ടത്, മറിച്ച് കൈകൾ പരത്തി വെച്ചുകൊണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കൈകൾ ഉയർത്തേണ്ടത്. ഇങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത് നിസ്കാരത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അത് വന്നിട്ടുണ്ട്. അവിടുന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ ഇമാം അബൂ ദാവൂദ് ധരിച്ച ഹദീസിൽ കാണാം, ഇദാ ദഖല ഫി സ്വലാത്തി റഫഅ യദൈഹി മദ്ദൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൾ ഈ രൂപത്തിൽ മദ്ദായിക്കൊണ്ട് ഇങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെയല്ല കൂട്ടിപ്പിടിക്കുന്ന രൂപത്തിലോ വളഞ്ഞ രൂപത്തിലോ ഇങ്ങനെയോ അല്ല, മറിച്ച് മദ് ചെയ്തുകൊണ്ട് കൈകൾ നീട്ടി പരത്തി വെച്ചുകൊണ്ടാണ് അവിടുന്ന് കൈ ഉയർത്തിയിരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, കൈകൾ ഉയർത്തുമ്പോൾ ഒന്നല്ലെങ്കിൽ അവൻ്റെ തോളിന് നേരെ, ഇങ്ങനെ കൈ ഉയർത്തുമ്പോൾ അവൻ്റെ തോളിതാണ് മൻകിബുകൾക്ക് നേരെ, അതല്ലെങ്കിൽ അവൻ്റെ ഫുറൂഉൽ ഉദ്നൈൻ, ചെവിയുടെ ഈ അറ്റം അതുവരെ ഉയരുന്ന രൂപത്തിൽ കൈ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരാൾക്ക് കൈ ഉയർത്താം. ഇങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത്. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ കൈ ഉയർത്താം, അല്ലെങ്കിൽ ഇങ്ങനെ കൈ ഉയർത്താം, അല്ലെങ്കിൽ തോളിന് നേരെയായിട്ട് വരുന്ന രൂപത്തിൽ ഉയർത്തുക. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് കൈകൾ ഉയർത്തേണ്ടത്. ഈ പറഞ്ഞതെല്ലാം ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖാന യർഫഉ യദൈഹി ഹസ്ബ മൻകിബൈഹി ഇദാ ഇഫ്തതഹ അസ്സലാ. നിസ്കാരം ആരംഭിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ തോളുകൾക്ക് നേരെയാകുന്ന രൂപത്തിൽ കൈകൾ ഉയർത്താറുണ്ട്. അതല്ലെങ്കിൽ ചെവിയുടെ കുറ്റി, അതിന് ഫുറൂഉൽ ഉദ്നൈൻ എന്ന് പറയുന്നത്, അതിന് നേരെയാകുന്ന രൂപത്തിൽ കൈകൾ ഉയർത്താറുള്ളതാണ്. അപ്പോൾ നിസ്കാരത്തിൽ ചെയ്യാൻ ശ്രമിക്കേണ്ട ഒന്നാമത്തെ സുന്നത്ത് ഏതാണ്? കൈകൾ ഉയർത്തുക എന്നുള്ളതാണ്. ഏതൊക്കെ സമയങ്ങളിലാണ്? 4 സമയങ്ങളിലാണ്. ഏതൊക്കെയാണത്? തക്ബീറത്തുൽ ഇഹ്റാം, അത് 4 മദ്ഹബുകൾക്കും യോജിച്ച കാര്യമാണ്. രണ്ടാമത്തേത് റുക്കൂഇലേക്ക് പോകുമ്പോഴും റുക്കൂഇൽ നിന്ന് ഉയരുമ്പോഴും. ഇത് ഹനഫി മദ്ഹബിൽ ഒഴികെ മാലിക്കി മദ്ഹബിൽ ഒരു അഭിപ്രായം അതുണ്ട്. ഒഴിച്ചു നിർത്തിയാൽ ഷാഫിയിലെയും ഹംബലിയിലെയും അഭിപ്രായമാണ്. അതുപോലെ തന്നെ 4-ാമത്തെ സമയം 2 തശഹുദ് കഴിഞ്ഞാൽ 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ. ഈ 4 സമയങ്ങളിൽ കൈകൾ ഉയർത്തൽ സുന്നത്താണ്. രണ്ടാമത്തെ സുന്നത്ത്, നിസ്കാരത്തിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, വദ്ഉൽ യുംന അലൽ യുസ്റ അല സദർ. വദ്ഉൽ യുംന, വലത് കൈ, അൽ യുംന വലത് കൈ, വദ വെക്കുക, അലൽ യുസ്റ ഇടത് കൈയിന് മുകളിൽ വെക്കുക, അല സദർ നെഞ്ചിനു മുകളിലാകുന്ന രൂപത്തിൽ. ഇത് രണ്ടാമത്തെ സുന്നത്താണ്. ഇവിടെ ഇടത് കൈയിന് മുകളിൽ വലത് കൈ വെക്കുക എന്നത് സുന്നത്താണ് എന്നതിൽ 4 മദ്ഹബുകൾക്കും യോജിപ്പുണ്ട്. ഇടത് കൈയിന് മുകളിലാണ് വലത് കൈ വെക്കുന്നത്, അതാണ് സുന്നത്ത്. അതിൽ 4 മദ്ഹബുകൾക്കും യോജിപ്പുണ്ട്. പക്ഷെ കൈ എവിടെ വെക്കണം അതിൽ വ്യത്യാസമുണ്ട്. പഴയ കാലം മുതലേ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊന്നാണ് കൈ എവിടെയാണ് വെക്കേണ്ടത്. പ്രധാനമായും 3 അഭിപ്രായങ്ങൾ കാണാം. ഒന്ന്, പൊക്കിളിന് താഴെ വെക്കുക എന്ന അഭിപ്രായമാണ്. 2, പൊക്കിളിന് മുകളിൽ നെഞ്ചിന് താഴെ വെക്കുക എന്ന അഭിപ്രായമാണ്. 3-ാമത് ഉള്ള അഭിപ്രായം നെഞ്ചിന് മുകളിൽ വെക്കുക എന്നതാണ്. ഇതല്ലാത്തൊരു അഭിപ്രായം ഇമാം അഹ്മദിൽ നിന്നും മറ്റുമൊക്കെ വന്നിട്ടുള്ളൊരു അഭിപ്രായം, ഈ 3-ൽ ഏതും അയാൾക്ക് തിരഞ്ഞെടുക്കാമെന്ന അഭിപ്രായമാണ്. കാരണം ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ എല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എന്തെങ്കിലും ദുർബലതകൾ വന്നതാണ്. പൂർണ്ണമായും സഹീഹാണ് എന്ന് പറയാവുന്ന ഒരു ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടില്ല. നെഞ്ചിനു മുകളിൽ വെക്കാമെന്ന ഹദീസ്, അതിനെക്കുറിച്ച് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു, വന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ അതാണ് കൂടുതൽ പ്രബലമായത്. അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം ആ ഹദീസിന് ഒരു ന്യൂനതയും ഇല്ല എന്നല്ല. വന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ അതാണ്
പ്രബലം എന്ന് പറയുമ്പോൾ പൊതുവെ ചിലപ്പോൾ ഹദീസിൻ്റെ മുസ്തലഹ് പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട് അസഹു മാ വറദ ഫിൽ ബാബ്, ഈ അധ്യായത്തിൽ വന്ന ഏറ്റവും സഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹദീസ് സഹീഹേ ആയിക്കൊള്ളണമെന്നില്ല എന്നാണ്. എന്തുകൊണ്ട്? ആ അധ്യായത്തിൽ വന്ന ഹദീസുകളെല്ലാം ചിലപ്പോൾ ദുർബലമായിരിക്കും, പക്ഷെ കൂട്ടത്തിൽ ഇതാണ് നല്ലത്. ചിലപ്പോൾ ഹദീസ് സഹീഹായിരിക്കില്ല, ഹദീസ് ചിലപ്പോൾ ദുർബലമായിരിക്കും, പക്ഷെ കൂട്ടത്തിൽ ഇതാണ് നല്ലത് എന്ന് അതിനർത്ഥമുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ ഈ രൂപത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. പൊതുവെ ഇസ്ലാമിക ശരീഅത്തിൽ മുൻപ് പറയാറുള്ളത് പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. വ്യക്തമായ ദലീലുകൾ വന്ന വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. ഒരർത്ഥത്തിൽ പറയാം, നേരെ ഹദീസ് വ്യക്തമായി വന്നാൽ അതിന് വിരുദ്ധമാകുന്ന അഭിപ്രായ വ്യത്യാസം അത് തീർത്തും ഉപേക്ഷിക്കേണ്ടതാണ്. അഹ്ലുൽ കിതാബുകാർ അവർക്ക് സംഭവിച്ചതുപോലെ ഖുർആനിലോ ഹദീസിലോ ഒരു കാര്യം വ്യക്തമായി സ്ഥിരപ്പെട്ടു വന്നതിന് ശേഷം, അല്ലെങ്കിൽ അള്ളാഹു അവതരിപ്പിച്ചത് ഇന്നതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഏതൊരാളുടെ വാക്കിനു വേണ്ടിയാണെങ്കിലും ഒരു വാക്കും സ്വീകരിക്കപ്പെടാൻ പറ്റുകയില്ല. നിനക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, നിനക്ക് വെറുതെ തോന്നിയാൽ പോരാ, വ്യക്തമായി ബോധ്യപ്പെടണം. ഒന്നല്ലെങ്കിൽ ബോധ്യപ്പെടാനുള്ള അറിവ് അവനുണ്ടായിരിക്കണം, അത് പരിശോധിക്കാനുള്ള കഴിവ് അവനുണ്ടായിരിക്കണം, വ്യക്തമായി ബോധ്യമായി. അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്ന ദീനിൻ്റെ കാര്യത്തിൽ സത്യസന്ധനാണെന്ന് അവന് ഉറപ്പുള്ള ഒരാൾ അവന് പറഞ്ഞു കൊടുത്തു, അപ്പോൾ അവന് തഖ്ലീദ് ചെയ്യാം, പിൻപറ്റാം. നേർക്ക് നേരെ ഹദീസുകൾ വന്ന കാര്യത്തിൽ വിരുദ്ധമാകുക എന്നത് പാടില്ല. അതല്ലാത്ത വിഷയങ്ങളിലാകട്ടെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്ലാമിൽ വിശാലത നൽകപ്പെട്ട വിഷയങ്ങൾ പലതുണ്ട്. മദ്ഹബുകൾക്കിടയിലുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൽപ്പെട്ടതാണ്. ഫിഖ്ഹിയായ ചർച്ചകൾ, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ, അതിൽ അനാവശ്യമായ കടുംപിടുത്തം ആവശ്യമുള്ളതല്ല. ഇപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ചെറിയ പ്രായത്തിൽ എവിടെ ചെന്നാലും തർക്കിച്ചിരുന്ന വിഷയങ്ങളൊന്നാണിത്. അങ്ങനെ തർക്കിക്കപ്പെടേണ്ട വിഷയങ്ങളൊന്നല്ല ഇത്. അപ്പോൾ ചില ആൾക്കാർ പറയും, ഇത് നമ്മൾ പണ്ട് അങ്ങനെ വാദപ്രതിവാദം നടത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അങ്ങനെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിലെ ശരി തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതും ഒരു അഭിപ്രായം തെറ്റാണെന്ന് പറയുന്നതൊന്നും പാടില്ല എന്നല്ല. അതൊക്കെ ശരിയാണ്, അതൊക്കെ പാടുണ്ട്. പക്ഷേ ഇതും ഒരിക്കലും എന്തല്ല, ഒരാൾ ഹക്കിലാണോ ബാത്തിലാണോ എന്ന് വേർതിരിക്കുന്നൊരു വിഷയമല്ല ഇത് നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾപ്പെട്ടതാണ്. ഇതാണ് രണ്ടാമത്തെ സുന്നത്ത്. എങ്ങനെയാണ് കൈവെക്കേണ്ടത്? 3 രൂപങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്ന്, അല്ലെങ്കിൽ നമുക്ക് 2 രൂപമെന്ന് പറയാം, എന്നിട്ട് പിന്നെ അത് വിശദീകരിക്കാം. ഒന്നല്ലെങ്കിൽ സിഫത്തുൽ വദ, കൈവെക്കുക എന്നുള്ളത് മാത്രം. വെക്കേണ്ടത് എവിടെയാണ്? ഒന്നല്ലെങ്കിൽ എന്താ പറയുക, കൈൻ്റെ മണികണ്ഠത്തിന് മുകളിൽ വെക്കുക, അല്ലെങ്കിൽ സാഇദിന് മുകളിൽ, അവൻ്റെ കൈത്തണ്ട അതിന് മുകളിൽ വെക്കുക, ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക. ഇത് രണ്ടും വന്നിട്ടുണ്ട്. ഇതാണ് വദഇൻ്റെ രൂപം, കൈവെക്കുക, ജസ്റ്റ് വെച്ചാൽ മാത്രം ഇങ്ങനെ. രണ്ടാമത്തേത് ഖബ്ദിൻ്റെ രൂപമാണ്, പിടുത്തം, കൈ പിടിക്കുക, ഈ പിടുത്തം. ഈ 2 രൂപങ്ങളും കൈവെക്കുന്ന രൂപമായി ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് രൂപവും സ്വീകരിക്കാവുന്നതാണ് നിസ്കാരത്തിൽ. അസ്സാലിസ്, മൂന്നാമത്തെ കാര്യം, അന്നദറു മഹല്ല സുജൂദ്, നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുക എന്നത്. ഇത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. ഷാഫിഈ മദ്ഹബിലെ അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലെ അഭിപ്രായം ഇതാണ്. ഹനഫികൾ, ഷാഫിഈകൾ, ഹംബലികൾ 3 പേർക്കും അഭിപ്രായം നിസ്കാരത്തിൻ്റെ സമയത്ത് സുജൂദിൻ്റെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത് എന്നാണ്. കാരണം അതാണ് ഹൃദയ സാന്നിധ്യം കൂടുതൽ നിലനിർത്തുന്നതും അതുപോലെ തന്നെ ഖുശൂ നിലനിർത്താൻ സഹായകമായ രൂപം സുജൂദിലേക്ക് നോക്കുന്നതാണ്. കണ്ണ് നേരെ കൊണ്ടുപോയാൽ കാഴ്ചകൾ അനേകം കാണേണ്ടി വരും. ഇപ്പോൾ കണ്ണങ്ങോട്ട് കൂടി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തന്നെ നിസ്കാരത്തിൽ ചിന്തകൾ അധികരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിസ്കാരത്തിൽ സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കുക എന്നതാണ് സുന്നത്തിനോട് യോജിക്കുന്ന രൂപം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം. ആ വിഷയത്തിൽ നേർക്ക് നേരെ ഹദീസുകൾ വന്നതായി അറിയില്ല. വന്നിട്ടുള്ള ചില ഹദീസുകളിൽ സൂചനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കിയിരുന്നത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇമാമിനെ സംബന്ധിച്ചിടത്തോളവും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളവും സുജൂദിലേക്ക് നോക്കലാണ് അഫ്ദലായിട്ടുള്ളത്. എന്നാൽ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവന് ഇമാമിനെ നോക്കേണ്ടി വന്നാൽ, ഇമാം എന്താ ചെയ്യുന്നത് അറിയേണ്ടി വന്നാൽ അവൻ ഇമാമിനെ നോക്കാൻ അനുവാദമുണ്ട്.
ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ പലപ്പോഴും നിസ്കാരത്തിൽ ജമാഅത്തിൽ സംഭവിക്കുന്ന പല അബദ്ധങ്ങളും പരിഹരിക്കപ്പെടും. ചിലപ്പോൾ ഇമാമ് തിലാവത്തിൻ്റെ സുജൂദിലേക്ക് പോകില്ല, നേരെ റുക്കുവിലേക്ക് പോകും. അപ്പോൾ ഇയാൾ എന്താണ് ചെയ്യുന്നത് എന്നറിയാതെ നേരെ സുജൂദിലേക്ക് പോകും. പല മസ്ജിദിലും ചിലപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇമാം എന്താണ് ചെയ്യുന്നത് എന്ന് സംശയമുണ്ടായാൽ ഇമാമിനെ നോക്കാൻ അതിന് അനുവാദമുണ്ട്. മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിനെ നോക്കാൻ അനുവാദമുണ്ട്. മാത്രമല്ല ഇൻഷാ അല്ലാഹ് ഇനി വരാനുള്ള ഭാഗങ്ങളിൽപ്പെട്ടതാണ് നിസ്കാരത്തിൽ അനാവശ്യമായി തിരിഞ്ഞു നോക്കുന്നത് പാടില്ല. എന്നാൽ ആവശ്യത്തിന് തിരിഞ്ഞു നോക്കുന്നതോ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ആവശ്യത്തിന് കുട്ടി എന്തെങ്കിലും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്, കുട്ടിയെ നോക്കാൻ തെറ്റില്ല. ഇതാണ് മൂന്നാമത്തെ സുന്നത്ത്, സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുക എന്നതാണ്. നാലാമത്തെ കാര്യം അൽ ഖബ്ദു അല റുക്ബതൈനി ഫി റുകൂഅ്. റുകൂഇൻ്റെ സന്ദർഭത്തിൽ അവൻ്റെ കാൽമുട്ടിൽ പിടിക്കുക എന്നതാണ്. അത് ശരിക്കും റുകൂഅ് ചെയ്യുമ്പോൾ കൈയിൻ്റെ മേൽ ഭാരം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന രൂപത്തിലാണ് റുകൂഇൽ പോകേണ്ടത്. അല്ലാതെ നമ്മൾ കൈ ഇങ്ങനെ വിശ്ചാരിക്കുമ്പോൾ തട്ടിച്ചു വെച്ച പോലെ നിന്നതുകൊണ്ട് കാര്യമില്ല. മറിച്ച് നമ്മുടെ കൈയിന് മുകളിൽ ഭാരം വരുന്ന രൂപത്തിലാണ് റുകൂഇൽ പോകേണ്ടത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 3 കാര്യങ്ങളാണ്. ഒന്ന്, കൈ മുട്ടിന് മുകളിൽ വെക്കുക, ഇവിടെ ഒന്നും വെക്കരുത്, ഇവിടെ വെക്കരുത്. ഇത് ഹദീസിൽ വിലക്കപ്പെട്ടതാണ്, കൈ തുടകൾക്കിടയിൽ വെക്കുക എന്നുള്ളത്. ആദ്യ കാലഘട്ടത്തിൽ ചിലർ ചെയ്തിരുന്ന പിന്നീട് വിലക്കപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കൈ ഒരാൾ റുക്കുവിൻ്റെ സന്ദർഭത്തിൽ കാൽ തുടകൾക്കിടയിൽ വെക്കുക എന്നുള്ളത് പാടില്ല. അപ്പോൾ കാൽ എവിടെ വെക്കേണ്ടത്? ചിലർ റുക്കുവിൽ പോയാൽ ഇവിടെ കൈ പിടിച്ച് നിൽക്കുന്നത് കാണാം, തെറ്റാണ്. ചില മുട്ടിന് താഴെ പോയി പിടിക്കുന്നത് കാണാം, വല്ലാതെ കുനിഞ്ഞു നിൽക്കുന്നത് കാണാം. എന്നിട്ട് അവൻ്റെ തല താഴേക്ക് പോകുന്ന രൂപത്തിൽ അങ്ങനെ നിൽക്കരുത്. മറിച്ച് അവൻ്റെ കാൽമുട്ടിലാണ് കൈ വെക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം തൻകീനുഹുമ അല റുക്ബതൈൻ, മുട്ടുകൾക്ക് മുകളിൽ അമർത്തി വെക്കണം, വെറുതെ തട്ടിച്ചു വെച്ചതുപോലെ ആകരുത്. മൂന്നാമത്തെ കാര്യം കൈവിരലുകൾ പരത്തി വെക്കണം. അങ്ങനെ ഒരിക്കലും ഇങ്ങനെ വെക്കരുത്. കൈ പരത്തിക്കൊണ്ട് മുട്ടിന് മുകളിൽ പിടിച്ചതുപോലെയാണ് റുകൂഇൽ നിൽക്കേണ്ടത്. ഈ പറഞ്ഞ 3 ഹദീസുകളിൽ വന്നിട്ടുണ്ട്. റിഫാഅത്ത് ഇബ്നു റാഫി അദ്ദേഹത്തിൻ്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ റകഅത ഫജ്അൽ റാഹതൈക അലാ റുക്ബതൈക. റുകൂഅ് ചെയ്താൽ നിൻ്റെ റാഹത്ത് ഇതാണ് കൈൻ്റെ വെള്ളഭാഗം, അത് നിൻ്റെ മുട്ടുകൾക്ക് മുകളിൽ വെക്കണം എന്ന് ഹദീസിൽ നേർക്കുനേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ബിൻ അമർ ബിൻ അത്താ അദ്ദേഹത്തിൻ്റെ ഹദീസിൽ കാണാം, അബൂ ഹുമൈദ് സാഇദിയുടെ ഹദീസ്, നേരത്തെ പറഞ്ഞ ഹദീസ് സുദീർഘമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം വിവരിക്കുന്ന സുദീർഘമായ ഹദീസുകൾ ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദാ റകഅ അംകന യദൈഹി മിൻ റുക്ബതൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂ ചെയ്താൽ തൻ്റെ 2 കൈകളും മുട്ടുകൾക്ക് മുകളിൽ അമർത്തി വെക്കുമായിരുന്നു, ശരിയായ രൂപത്തിൽ അമർത്തി വെക്കുമായിരുന്നു. അബൂദാവൂദിൻ്റെ റിവായത്തിൽ കാണാം, ഹദീസ് ഇമാം ബുഖാരി ധരിച്ചിട്ടുണ്ട്. അബൂദാവൂദിൻ്റെ റിവായത്തിൽ കാണാം, വഫറജ ബൈന അസാബിഅഹി, തൻ്റെ വിരലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിൽ വിടവുള്ള രൂപത്തിൽ പരത്തി വെക്കുമായിരുന്നു. അപ്പോൾ കൈ ഒരിക്കലും ഇങ്ങനെ കൂട്ടി പിടിക്കരുത്. റുകൂഇൽ പോയാൽ കൈ പരത്തി മുട്ടിന് മുകളിൽ അമർത്തി വെക്കുകയാണ് വേണ്ടത്. ശരി, എപ്പോഴാണ് പൊതുവെ ആളുകൾ ചെയ്യാറുള്ള കാര്യം, ചോദിക്കാറുള്ള കാര്യങ്ങളൊന്നാണ്, എപ്പോഴാണ് തക്ബീർ ചൊല്ലേണ്ടത് റുക്കൂയിലേക്ക് പോകുമ്പോൾ? നബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഒരാൾ റുക്കൂയിലേക്ക് ആരംഭിക്കുന്ന സമയം മുതൽ തക്ബീർ ആരംഭിക്കണം. അവൻ്റെ കൈ മുട്ടിൽ പിടിച്ച് അവൻ റുക്കൂയിലേക്ക് എത്തുന്നത് വരെ ഈ തക്ബീർ അവൻ നീട്ടിക്കൊണ്ടുപോകണം. അപ്പോൾ അല്ലാഹു അക്ബർ, ഇങ്ങനെയാണ് റുക്കൂയിലേക്ക് പോകേണ്ടത്. ചിലർ ചെയ്യുന്നത് കാണാം, റുക്കൂയിലേക്ക് പോവും, എന്നിട്ട് കൈ അവിടെ എത്തിയതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറയും. അതല്ലെങ്കിൽ ചിലർ നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് റുക്കൂയിലേക്ക് പോകും. ഇത് രണ്ടിനിടയിലാണ് കാര്യം. ചില കിതാബുകൾ മുതസാമിനൻ, അവൻ എന്താണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയോട് യോജിക്കുന്ന രൂപത്തിലായിരിക്കണം, അതിനോട് അതേ സമയമായിരിക്കണം തക്ബീർ ചെല്ലുന്നത്. തക്ബീറത്തുൽ ഇന്തിഖാലിൻ്റെ സമയത്ത് ചെല്ലേണ്ടതാണ്. ഇന്തിഖാൽ എന്ന് പറഞ്ഞാൽ ഒന്നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന സമയത്താണ് അത് ചൊല്ലേണ്ടത്. അതാണ് ശരിയായ രൂപം. അഞ്ചാമത്തെ സുന്നത്ത് മദ്ദു ളാഹിരി ഫീഹി വജഅലു റഅസിഹി യാലഹു. റുകൂഇൽ അവൻ്റെ പുറം മദ്ദു ളാഹിർ നീട്ടി വെക്കണം, പരത്തി വെക്കണം, വളച്ചു വെക്കാൻ പാടില്ല. വളച്ചത് തന്നെ ഇങ്ങനെ വളച്ചു വെക്കാനും പാടില്ല, ഇങ്ങനെ വളച്ചു വെക്കാനും പാടില്ല. റുക്കൂയിൽ നിൽക്കുമ്പോൾ അയാളുടെ പുറം
ഇങ്ങനെ താഴത്തോട്ട് വളച്ചു വെക്കാനും പാടില്ല, ഇങ്ങനെ വളച്ചു വെക്കാനും പാടില്ല, കുറച്ച് നേരെ വെക്കണം. വജഅലു അർറഅസി ഹിയാലഹു, അവൻ്റെ തല അവനാ നിൽക്കുന്ന അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കണം, അതിന് നേരെ ആയിരിക്കണം. തല ഇങ്ങനെ പൊക്കി കുത്തി വെക്കാനും പാടില്ല, താഴത്തോട്ട് അവൻ്റെ കഴുത്ത് അവൻ്റെ താടി നെഞ്ചിലേക്ക് തട്ടുന്ന രൂപത്തിൽ താഴ്ത്തി വെക്കാനും പാടില്ല, കുറച്ച് നേരെ നിൽക്കാൻ. റിഫാഅത്ത് ഇബ്നു റാഫിഇന്റെ ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റകഅത ഫജ്അൽ റാഹതൈക അലാ റുക്ബതൈക വമക്കിൻ റുകൂഅക വംദുദ് ളഹറക. റുകൂഅ ചെയ്താൽ മക്കിൻ റുകൂഅക, തൻ്റെ റുകൂഅ നേരായ രൂപത്തിലാക്കുക, ത്വമഅനീനത്തുള്ള, അതിൻ്റെ സമയമെടുക്കുന്ന, ആവശ്യത്തിന് സമയമുള്ള രൂപത്തിൽ റുകൂഅ ചെയ്യുക. വംദുദ് ളഹറക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് വംദുദ് ളഹറക, നിൻ്റെ പുറം ഭാഗം നീ നീട്ടിവെക്കുക. വാബിസത്ത് ഇബ്നു മഅബദിൻ്റെ ഹദീസിൽ കാണാം, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫകാന ഇദാ റകഅ സവ്വ ളഹറഹു, അവിടുന്ന് റുകൂഅ ചെയ്താൽ തൻ്റെ പുറം നേരെയാക്കും, നേരെയാക്കുമായിരുന്നു. ഹത്ത ലൗ സുബ്ബ അലൈഹിൽ മാഉ ലസ്തഖർ, അവിടുത്തെ പുറത്ത് വെള്ളമൊഴിച്ചാൽ അത് താഴേക്ക് പോകാതെ അവിടെ നിൽക്കും. അത്രയധികം അവിടുന്ന് തൻ്റെ പുറം നേരെ പിടിക്കുമായിരുന്നു നിസ്കാരത്തിൽ. അപ്പോൾ അതാണ് ശരിയായ സുന്നത്തായ രൂപം. നിസ്കാരത്തിൽ റുക്കൂ ചെയ്യുമ്പോൾ പുറം നേരെ നിൽക്കുക. ഇത് വല്ലാതെ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയാവും. അങ്ങനെ ആക്കരുത്, നേരെ നിന്നാൽ മതി. അധികരിപ്പിക്കേണ്ട കാര്യം ഒരു കാര്യത്തിൽ തെക്കല്ലുഫോ തനത്വ വേണ്ടതില്ല, തെക്കല്ലുഫ് അമിതാക്കേണ്ടതില്ല, കടുപ്പം കൂടുതൽ വരുത്താൻ പറഞ്ഞ് ചെയ്താൽ മതി. ഇത്രയാണ് പറഞ്ഞത്, അങ്ങനെ ചെയ്യാം. റുക്കൂഇൽ പോയാൽ തല എങ്ങനെ വെക്കണം ഹദീസിൽ അത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ കാണാം, അബൂ ഹമീദ് സാഇദിയുടെ ഹദീസിൽ കാണാം, ലം യുസവ്വിബ് റഅസഹു വലം യുഖ്നിഉഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തല ഇങ്ങനെ ഉയർത്തി പിടിച്ചില്ല. റുക്കൂയിലേക്ക് പോയാൽ അധികം റുക്കൂയിൽ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ തല ഉയർത്തി പിടിക്കരുത്, അതായത് മുന്നിലുള്ള ആളെ കാണുന്ന രൂപത്തിൽ തല ഉയർത്തി പിടിക്കരുത്. എന്നാൽ അവൻ്റെ താടിയും മറ്റും കാണുന്ന രൂപത്തിൽ താത്തിയും പിടിക്കരുത്. മറിച്ച് എങ്ങനെയാണോ റുക്കൂയിലുള്ളവൻ്റെ തല നേരെ, ഒരാളൊരു കറക്റ്റ് ഒരു 45 ഡിഗ്രിയിലൊരു ഇത് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കും അതുപോലെ തന്നെ. 45 90 എത്രയാണ്, 90 അല്ലേ, 90 അല്ലേ, 45 90 വരച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. അപ്പോൾ ഇതാണ് റുക്കൂഇൽ ശ്രദ്ധിക്കേണ്ട കാര്യം. റുക്കൂഇൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പിന്നെ റുക്കൂഇൽ പോയാൽ നമ്മുടെ കൈമുട്ടുകൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വെക്കരുത്. മറിച്ച് ഹദീസിൽ കാണാം, വവതറ യദൈഹി ഫനഹാഹുമ അൻ ജംബൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വതറ എന്നാണ് കേട്ടിട്ടുണ്ട, പിന്നെ വില്ല് കണ്ടിട്ടില്ലേ, വില്ല് വളഞ്ഞിട്ടാണല്ലേ. വതറ യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ വില്ല് പോലെയാക്കി. വനഹാഹുമ അൻ ജംബൈഹി, തൻ്റെ 2 പാർശ്വങ്ങളിൽ നിന്നും അത് അകറ്റി പിടിച്ചു. ഇങ്ങനെ കുറുക്കുണ്ടാവും. ഇത്തരം സുന്നത്തുകൾ പറയുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരം സുന്നത്തുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു, ജമാഅത്ത് നിസ്കാരത്തിൽ ഏതൊരു സുന്നത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് പ്രയാസം ഉണ്ടാക്കരുത്. ഏത് സുന്നത്തുകളും കാര്യത്തിൽ ഇതാണ്. മുസ്ലിം ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഹറാമാണ്. സുന്നത്ത് ഒഴിവാക്കാൻ അനുവാദമുള്ള കാര്യമാണ്. സുന്നത്തിന് വേണ്ടി ഹറാം ചെയ്യാൻ പാടില്ല. ഏതുപോലെ കാബയിൽ പോയിട്ട് ആളുകൾ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടി ആളുകൾ ഇടിക്കുന്നു, ആളുകൾ മുഖത്ത് കയറുന്നു, മേലത്ത് കയറുന്നു. ഇങ്ങനെ ഇത്രയും ഹറാം ചെയ്തിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നൊരു സുന്നത്ത് ചെയ്യാനാണ് നീ പോകുന്നത്? ഇത്രയും ഹറാം ചെയ്തിട്ട് അത് പാടില്ല. ഇതിപ്പോൾ റൗദയിൽ, നബിയുള്ള റൗദയിൽ ആളുകൾ ഉപദ്രവിച്ചിട്ട് അവിടെ പോയിരിക്കുക, എന്നിട്ട് എന്തോ ഇബാദത്ത് അങ്ങനെ ചെയ്യരുത്. സുന്നത്തുകൾ ഒരിക്കലും ഹറാമുകൾ ചെയ്തുകൊണ്ടല്ല നേടിയെടുക്കേണ്ടത്. ഹറാമ് തെറ്റ് ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. സുന്നത്ത് അവന് പ്രതിഫലമുള്ള കാര്യമാണ്. പക്ഷേ ആ പ്രതിഫലത്തെക്കാൾ വലിയ ഹറാമ് അതിനു വേണ്ടി ചെയ്യുക എന്നത് ഒരിക്കലും പാടില്ല. അപ്പോൾ ഇത്തരം സുന്നത്തുകൾ മൊത്തത്തിൽ ഏത് സുന്നത്തുകളാകട്ടെ അടുത്തുള്ള ആളെ പ്രയാസപ്പെടുത്താത്ത രൂപത്തിലായിരിക്കണം ചെയ്യേണ്ടത്. 6ാമത്തെ കാര്യം, തംകീൻ വഅദാഇ സുജൂദ് മിനൽ അർദ്. അപ്പോൾ ഇത്രയും റുക്കൂഅ് എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. റുക്കൂഅ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാനുള്ളത്? പുറം നേരെയാക്കണം, മുട്ടിന് മേലെ പിടിക്കണം,
കൈ പരത്തി വെക്കണം, ശരിക്കും അമർത്തി നിൽക്കണം, തല നേരെ വെക്കണം. ഇത്രയും കാര്യം റുക്കൂഇൽ ശ്രദ്ധിക്കാനുള്ള സുന്നത്താണ്. ഇതിൽ ഏത് സുന്നത്തുകളും, ഇതിൽ എത്ര സുന്നത്തുകൾ ഒരാൾക്ക് നിസ്കാരത്തിൽ ചെയ്യാൻ പറ്റും അത്രയും നിസ്കാര പുണ്യമുള്ളതാണ്, പ്രതിഫലമുള്ളതാണ്. എത്ര സുന്നത്തുകൾ കുറയുന്നു അത്രയും എൻ്റെ നിസ്കാരത്തിൽ പൂർണ്ണത കുറയുന്നു. മുൻപ് പറഞ്ഞതുപോലെ നിസ്കാരത്തിൻ്റെ പൂർണ്ണത 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഉള്ളിലുള്ള ഹൃദയ സാന്നിധ്യം. 2, അവൻ്റെ പ്രവൃത്തി എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയോട് യോജിക്കുന്നു എന്നതാണ്. സല്ലു കമാ റഅയ്തുമൂനി സല്ലി, ഞാനങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ, അങ്ങനെ നിസ്കരിക്കണമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 6ാമത്തെ കാര്യം, സാദിസ് തംകീനു അളാഇ സുജൂദ് മിനൽ അർദ്. തംകീൻ തന്നെ ഉറപ്പിച്ചു വെക്കുക. അളാഇ സുജൂദ്, സുജൂദിൻ്റെ അവയവങ്ങൾ മിനൽ അർദി, നിസ്കരിക്കുന്ന സ്ഥലത്ത് പ്രതലത്തിൽ സുജൂദിൻ്റെ അവയവങ്ങൾ ഉറപ്പിച്ചു വെക്കുക. മുൻപ് സുജൂദ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലേ, സുജൂദ് അലാ സബഅത്തിൽ അഅ്ദാ എന്നത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് റുക്നായി പറഞ്ഞിട്ടില്ലേ, 7 അവയവങ്ങൾ സുജൂദ് ചെയ്യണം എന്നുള്ളത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ ആകെ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. സുജൂദ് റുക്ൻ ആണ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 7 അവയവങ്ങൾ ഭൂമിയിൽ സ്പർശിച്ചിരിക്കണം, എത്രയേ ഉള്ളൂ. ഏതൊക്കെ 7 അവയവങ്ങൾ? ഏതൊക്കെയാണ്? നെറ്റിയും മൂക്കും. അതും ഒന്നിൽപ്പെട്ടു അല്ലേ, ഒറ്റൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജബ്ഹ എന്ന് പറഞ്ഞുകൊണ്ട് അശാറ ഇല അൻഫിഹി, നെറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂക്കിലേക്കാണ് ചൂണ്ടിയത്. അപ്പോൾ നെറ്റിയും മൂക്കും ഒന്നിൽപ്പെട്ടു എന്നാണ്. പിന്നെ 2 കൈപ്പത്തികൾ, പിന്നെ കാൽമുട്ടുകൾ, കാൽപാദങ്ങൾ. അപ്പോൾ 7 അവയവങ്ങളായി. അപ്പോൾ ഈ 7 അവയവങ്ങൾ തട്ടുക എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാഹു അലം, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ, ഇപ്പോൾ ചില ആൾക്കാർക്ക് സംഭവിക്കുന്ന അബദ്ധത്തിലൊന്നാണ് സുജൂദിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നീണ്ട നിസ്കാരമാണെങ്കിൽ കാല് ചിലപ്പോൾ തരിച്ചിട്ടുണ്ടാവും. സുജൂദ് പോയി കഴിഞ്ഞാൽ ഒരു കാല് മറ്റേ കാലിൻ്റെ മുകളിൽ വെച്ചിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കും, നമ്മൾ ബാക്കിൽ നിന്ന് കാണാം. അപ്പോൾ സുജൂദിൽ തീർത്തും അവൻ്റെ 2ാമത്തെ കാല് താഴത്ത് കുത്താതിരിക്കുക എന്നുള്ളത് ചിലപ്പോൾ അവൻ്റെ സുജൂദ് നഷ്ടമാക്കാൻ കാരണമായേക്കാം. അപ്പോൾ സുജൂദ് പോയ കാല് 2 കാലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സുജൂദ് പോയതിന് ശേഷം ഒരാൾ വെറും കൈ കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ ഒരു കൈ സുജൂദിൽ തീരെ ഭൂമിയിൽ സ്പർശിച്ചിട്ടില്ല, അങ്ങനെ പാടില്ല. അപ്പോൾ സുജൂദിൻ്റെ സന്ദർഭത്തിൽ ഈ 7 അവയവങ്ങൾ, മൂക്ക്, നെറ്റി, ഇതിൽ മൂക്ക് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. മൂക്കും നെറ്റിയും അമർന്നു നിൽക്കുക എന്നുള്ളത് ഇത് റുക്നാണ്, ഒരാൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട റുക്നാണ്. എന്നാൽ ഇത് ശരിയായ രൂപത്തിൽ അമർത്തി വെക്കുക എന്നത് സുന്നത്താണ്. സുജൂദിൽ ശരിക്ക് നല്ല വൃത്തിയിൽ നിൽക്കുക എന്നുള്ളത്, ഇവയെല്ലാം ഭൂമിയിൽ ശരിയായി പതിയുന്ന രൂപത്തിൽ അമർത്തി നല്ല രൂപത്തിൽ സുജൂദ് കൃത്യമായി ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. അതാണ് സുന്നത്താകുന്നത്. അതല്ലെങ്കിൽ റുക്കൂയിൽ ഈ 7 അവയവങ്ങൾ ഭൂമിയിൽ തൊടുക എന്നുള്ളത് റുക്നാണ്, മുൻപ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അസ്സാബിഅ, 7ാമത്തെ കാര്യം മുബാശറത്തുൽ ജബ്ഹതി ലി മഹല്ലി സുജൂദ്, നെറ്റി സുജൂദിൻ്റെ സ്ഥാനത്ത് സ്പർശിച്ചിരിക്കുന്നത്. ഹംബലി മദ്ഹബിൽ ഇത് പ്രത്യേകം സുന്നത്താണെന്ന് എടുത്തു പറയാനൊരു കാരണമുണ്ട്. അതായത് ഒരാൾ നിസ്കരിക്കുമ്പോൾ പടത്തിലല്ല നിസ്കരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് മണ്ണിൽ നിസ്കരിക്കുന്ന സമയത്ത് തല വെക്കാൻ വേണ്ടി മാത്രം പ്രത്യേകം എന്തെങ്കിലും ഒരു സാധനം പുതുതായി കൊണ്ടുവരുന്നത് ഹംബലി മദ്ഹബിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞതായി കാണാം. അതിന് അവരുടെ അടുത്തുള്ള ന്യായം റാഫിദികളുമായി എതിരാവുക എന്നുള്ളതാണ്. കാരണം ബിദ്അത്തുകാരോട് എതിരാവുക എന്നത് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട മര്യാദയാണ്. റാഫിദ് നിസ്കാരം കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ. നിസ്കരിക്കുമ്പോൾ കർബലയിലെ മണ്ണ് ഒരു കല്ലാക്കി മുന്നിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നിസ്കരിക്കുക, അതിൻ്റെ മുകളിലാണ് സുജൂദ് ചെയ്യുക. ഹംബലി മദ്ഹബിൽ അവരോട് സദൃശ്യപ്പെടാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ എവിടെയാണോ സുജൂദ് നിസ്കാരത്തിൽ നിൽക്കുന്നത് അവിടെ തന്നെ തല പതിപ്പിക്കുക എന്നത്, അത് തലക്ക് വേണ്ടി മാത്രം വേറെ തന്നെ സ്ഥലം വെക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ അരികിൽ സുന്നത്താണ്. അപ്പോൾ ബിദ്അത്തുകാരോട് എതിരാവുക എന്നത് ഇസ്ലാമിൽ എല്ലാ കാലഘട്ടത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അത് ഈ സന്ദർഭത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ ഒരാൾ നിസ്കരിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മൾ യാത്ര ചെയ്യാൻ, ഇപ്പം നിസ്കരിക്കാൻ മണ്ണിൽ നിസ്കരിക്കേണ്ടി വന്നു, പടമില്ല നിസ്കരിക്കാൻ, ആകെ ഒരു തുണിയേ ഉള്ളൂ ഇരിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യും?
അവന് തല ചൂട് തട്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, പടം വിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ തൊപ്പി അവന് തല വെക്കുന്ന സ്ഥലത്ത് വെക്കാം. എന്താ അതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് അദ്ദേഹം പറഞ്ഞു, കുന്നാ നുസല്ലി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ശിദ്ദത്തിൽ ഹർ. കടുത്ത ചൂടുള്ള സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. മസ്ജിദ് നബി നിങ്ങൾക്കറിയാം, മസ്ജിദ് നബിയുടെ ആദ്യ ഭാഗം മേൽക്കൂരയുണ്ടായിരുന്നു, പിറകുഭാഗത്ത് അഹ്ലുസുഫ സഹാബികളിലെ ദരിദ്രരായ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലത്ത് അവിടെയും മേൽക്കൂര ഉണ്ടായിരുന്നു. നടുഭാഗം തുറന്നു കിടക്കരുത്. അപ്പോൾ ചൂടുകാലത്ത് ചൂട് ശരിക്ക് ഉള്ളിൽ മസ്ജിദിൻ്റെ ഉള്ളിലുണ്ടാവും. فإذا لم يستطع أحدنا أن يمكن وجهه من الأرض بسط ثوبه فسجد عليه. ആർക്കെങ്കിലും ചൂട് കാരണം മുഖം വെക്കാൻ സാധിക്കില്ലെങ്കിൽ അവൻ തൻ്റെ വസ്ത്രം വിരിച്ചിട്ട് അതിന് മുകളിലാണ് സുജൂദ് ചെയ്തിരുന്നത് എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ഒരാൾക്ക് പ്രയാസമുള്ള സന്ദർഭങ്ങളിലാണെങ്കിൽ അത് അനുവദിക്കപ്പെട്ടതാണ്. ശരി, സുജൂദ് ചെയ്യുമ്പോൾ ഭൂമിക്കും നെറ്റിക്കുമിടയിൽ എന്തെങ്കിലും സാധനം വെക്കാൻ പാടുണ്ടോ? നിസ്കാരത്തെ അത് ബാത്തിലാക്കി കളയുമോ? സുജൂദിൻ്റെ സന്ദർഭത്തിൽ നെറ്റിക്കും ഭൂമിക്കും ഇടയിൽ വരുന്ന കാര്യങ്ങളെ മൂന്നായി തിരിക്കാം. ഒന്നാമത്തേത്, സുജൂദ് ചെയ്യുന്ന സമയത്ത് സുജൂദിൻ്റെ ഏതെങ്കിലും ഒരു അവയവം അവൻ്റെ ശരീരത്തിലെ മറ്റേതെങ്കിലും അവയവത്തിന് മുകളിൽ വെക്കുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ സുജൂദ് ചെയ്യാൻ, അപ്പോൾ അവന് കൈയെടുത്തിട്ട് ഇങ്ങനെ വെച്ചു നെറ്റിയുടെ മുകളിൽ, അതല്ലെങ്കിൽ അവൻ്റെ ഒരു കാല് മറ്റൊരു കാലിന് മുകളിൽ വെച്ചു. സുജൂദിൻ്റെ അവയവം തന്നെയാണ് മറ്റൊരു സുജൂദിൻ്റെ അവയവത്തിന് മുകളിൽ വന്നിട്ടുള്ളത്. ഇത് സുജൂദ് ബാത്തിലാക്കുന്നതാണ്. എന്തുകൊണ്ട്? സുജൂദ് 7 അവയവത്തിന് മുകളിലായിരിക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഓക്കെ. രണ്ടാമത്തേത്, അവൻ്റെ ശരീരത്തിലുള്ള വസ്ത്രമോ മറ്റോ സുജൂദിൻ്റെ സന്ദർഭത്തിൽ തലയുടെ ഇടയിലോ മറ്റോ വെക്കുക എന്നുള്ളതാണ്. അത് അവൻ്റെ നിസ്കാരം ബാത്തിലാക്കുകയില്ല, പ്രത്യേകിച്ചും ചൂട് പോലുള്ള സന്ദർഭങ്ങളിലാണ് എങ്കിൽ. ഒരാൾ വസ്ത്രം, ഉദാഹരണത്തിന് ഷിമാഗ് ധരിച്ചിട്ടുണ്ട്, അപ്പോൾ ഷിമാഗ് അവൻ തലയുടെ ഇടയിൽ വെച്ചു, അങ്ങനെയാണെങ്കിൽ അവനോട് ചോദിച്ചു ഷരീഫ് ഒന്ന് കൊണ്ടായിരുന്നു. രണ്ടാമത്തേത്, സുജൂദിൻ്റെ അവയവങ്ങൾ അതിനിടയിൽ വെച്ചിരിക്കുന്നത് അവൻ്റെ വസ്ത്രമോ മറ്റോ ആണ്. അങ്ങനെയാണെങ്കിൽ അത് ചൂടുള്ള സമയത്തും മറ്റൊക്കെ ആണെങ്കിൽ അനുവദിക്കപ്പെട്ടത്. എന്നാൽ ചൂടൊന്നും ഇല്ലാതെ ഒരു ആവശ്യമില്ലാതെയാണ് അവനത് ചെയ്യുന്നത് എങ്കിലോ ചിലരുടെ അഭിപ്രായത്തിൽ അത് കറാഹത്താണ്, ഒഴിവാക്കേണ്ട കാര്യമാണ്. സുജൂദ് ചെയ്യുമ്പോൾ അവൻ്റെ തൊപ്പി എടുത്തിട്ട് തലയിലേക്ക് താഴ്ത്തി വെച്ചിട്ട് നെറ്റി ഒന്നാകെ മറക്കുക എന്നുള്ളത് കറാഹത്താണ്, അത് ഉപേക്ഷിക്കലാണ് നല്ലത്. മൂന്നാമത്തേത്, ഒരാൾ വല്ല നിസ്കാരപ്പടമോ മറ്റോ ഇട്ടുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 3 കാര്യം മനസ്സിലായില്ലേ? ഏതൊക്കെയാണ് 3? സുജൂദിൻ്റെ അവയവത്തിന് മുകളിൽ വെക്കുക, അത് സുജൂദ് ശരിയാവുകയില്ല. 2, അവൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും കാര്യം സുജൂദിൻ്റെ അവയവത്തിനിടയിൽ വെക്കുക, ഉദാഹരണത്തിന് അവൻ്റെ വസ്ത്രം നെറ്റിക്ക് ഇടയിൽ വെക്കുക, അത് കറാഹത്താണ്, ആവശ്യമില്ലെങ്കിൽ കറാഹത്താണ്. മൂന്നാമത്തേത്, വല്ല നിസ്കാരപ്പടമോ മറ്റോ ഇട്ടുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് അത് അനുവദിക്കപ്പെട്ടതാണ്. അടുത്ത കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് പറയാവുന്നതാണ്. അസ്സാമിൻ 8ാമത്തെ കാര്യം, മുജാഫാത്ത് വഅദുദൈഹി അൻ ജംബൈഹി ഫി. സുജൂദിൽ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളാണ് ഇനി പറയുന്നത്. മുജാഫാത്ത് അകറ്റി വെക്കുക. മുജാഫാത്ത് വഅദുദൈഹി, അവൻ്റെ കൈമുട്ടുകൾ അകറ്റി പിടിക്കുക. അൻ ജംബൈഹി, അവൻ്റെ പാർശ്വങ്ങളിൽ നിന്ന്, വശങ്ങളിൽ നിന്ന് ഇങ്ങനെ സുജൂദ് ചെയ്യാതിരിക്കുക, ഇങ്ങനെ ശരീരത്തോട് കൂട്ടിപ്പിടിച്ചോണ്ട് പിന്നെ അകറ്റി പിടിക്കുക. അവൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് അവൻ്റെ കൈമുട്ടുകൾ അകറ്റിപ്പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അബ്ദുല്ലാഹ് ഇബ്നു മാലിക് ഇബ്നു ബുഹൈന എന്ന സഹാബി അദ്ദേഹം പറഞ്ഞു, കാന ഇദാ സല്ല ഫറജ ബൈന യദൈഹി ഹത്താ യബ്ദു ബയാദു ഇബ്തൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കാരത്തിൽ തൻ്റെ കൈമുട്ടുകൾ വശങ്ങളിൽ നിന്ന് അകറ്റിപ്പിടിക്കും. ഹത്താ യബ്ദു ബയാദ് ഇബ്തൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കക്ഷത്തിൻ്റെ വെളുപ്പ് കാണുന്നത് വരെ അവിടുന്ന് അകറ്റിപ്പിടിക്കാറുണ്ട്. അപ്പോൾ ഒരാൾ ബാക്കിൽ നിന്ന് നോക്കിയാൽ കക്ഷത്തിൻ്റെ വെളുപ്പ് കാണുന്നത്ര അവിടുന്ന് കൈ അകറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. അത്താസി 9ാമത്തെ കാര്യം, വബത്നിഹി അൻ ഫഖിദൈഹി, അവൻ്റെ വയറ് തുടയിൽ നിന്ന് അകറ്റിപ്പിടിക്കുക. സുജൂദ് ചെയ്യുമ്പോൾ ഇങ്ങനെ സുജൂദ് ചെയ്യാതിരിക്കുക,
അങ്ങനെ സുജൂദ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ തുടയുടെ മുകളിലാണ് അവൻ്റെ വയറ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. സുജൂദ് ചെയ്താൽ മനസ്സിലാവുന്നുണ്ട്. അവിടെ സുജൂദ് ചെയ്യുമ്പോൾ അവൻ്റെ വയറ് അവൻ്റെ തുടയുടെ മുകളിൽ വരുന്ന രൂപത്തിലാവരുത്. നല്ല വയറ് കൂടിക്കഴിഞ്ഞാൽ എത്ര സുജൂദ് ചെയ്താലും അത് സംഭവിക്കും. പക്ഷേ വയറ് എന്താ ഇതിന് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. അബൂദാവൂദ് ധരിച്ച ഹദീസിൽ കാണാം, അവിടുന്ന് സുജൂദ് ഗൈറ ഹാമിൽ ബത്നഹു അലാ ശൈഇൻ മിൻ ഫഖിദൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വയറ് ഒരിക്കലും അവിടുത്തെ തുടയുടെ മുകളിൽ വരാറുണ്ടായിരുന്നില്ല. അതുപോലെ വഫഖിദൈഹി അൻ സാഖൈഹി, തുടകൾ കാലിൻ്റെ നെരിയാണികളോടോ അതല്ലെങ്കിൽ സാക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിന് കണങ്കാലിനോട് അടുത്ത് നിൽക്കാൻ പാടില്ല. കണങ്കാൽ അപ്പോൾ ശരിക്കും സുജൂദ് ശരിക്കും എല്ലാ അവയവങ്ങൾക്കും മുകളിലാവും. ഇത് ഇസ്ലാമിൽ സുജൂദിൻ്റെ വിഷയം വിവരിച്ച പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. സുജൂദിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. സുജൂദ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ധാരാളം ഹദീസുകൾ സുജൂദിൽ വന്നിട്ടുണ്ട്. കാരണം എല്ലാ അവയവങ്ങൾക്കുമേലും സുജൂദ് വരാൻ വേണ്ടി. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോകുമ്പോൾ വസ്ത്രം കൂട്ടി പിടിക്കുന്ന വിലക്കിയിട്ടുണ്ട്. നമ്മൾ ആൾക്കാർ നാട്ടിൽ പൊതുവെ തുണി എടുത്തു കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാരെ സുജൂദ് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടാണ് സുജൂദിലേക്ക് പോവുക. പക്ഷെ അത് ഹദീസിൽ വിലക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ വിലക്കപ്പെട്ടത്? ഇങ്ങനെ ഓരോരോ സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ വിലക്കപ്പെടുകയും വിവരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് സുജൂദിൽ. എന്തുകൊണ്ട്? എല്ലാ അവയവങ്ങൾക്കും മുകളിലും സുജൂദ് വരാൻ വേണ്ടി. എല്ലാ അവയവത്തിനും സുജൂദിലൊരു പങ്കുണ്ടായിരിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലാണ്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ കൈയിൻ്റെ എല്ലാ ഭാഗത്തിനും സുജൂദിൻ്റെ ഭാരം വരികയില്ല. പല ഭാഗവും അതിൻ്റെ വെയിറ്റ് നമ്മുടെ നെഞ്ചിന് മുകളിലും തലക്ക് മുകളിലൊക്കെ ആയിരിക്കും. കൈയിന് കാര്യമായി പങ്കുണ്ടാവില്ല. പക്ഷേ കൈ അകറ്റി പിടിക്കുകയും വയറ് തുടക്കം മുകളിൽ വെച്ച് എങ്ങനെ ഉണ്ടാവും? സുജൂദ് എളുപ്പമായിരിക്കും. സുജൂദിൻ്റെ ഭാരം നമ്മുടെ ഈ ഭാഗത്തിന് കുറയും. നിങ്ങൾ ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ സുജൂദ് ചെയ്യുമ്പോൾ തുടയുടെ ഭാഗം കണങ്കാലിനോട് ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ സുജൂദിൻ്റെ ഭാരം കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എല്ലാ അവയവങ്ങൾക്കും സുജൂദിൽ നിന്ന് പങ്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിലക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൽപ്പിക്കപ്പെട്ടത്. അപ്പോൾ സുജൂദ് എല്ലാ അവയവങ്ങളും ഒരുമിച്ച് വരുന്ന രൂപത്തിലാണ് സംഭവിക്കേണ്ടത്. ഇതാണ് ആ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതാണ് കൊടുത്തോ ഈ സുജൂദ് മാത്രം നമുക്ക് അവസാനിപ്പിക്കാം. 11ാമത്തെ കാര്യം വസഫു ഖദമൈ, അവൻ്റെ കാൽപാദങ്ങൾ അത് ചേർത്ത് വെക്കണം. സൊഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ നിങ്ങൾക്ക്? സൊഫ് കിട്ടാന്ന് പറഞ്ഞാൽ അല്ലേ? വസഫു ഖദമൈ, കാലുകൾ ചേർത്ത് വെക്കണം. 2 രൂപങ്ങളും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ചിലർ പറഞ്ഞു കാലകറ്റി വെക്കലാണ് സുന്നത്ത്. ഈ വിഷയത്തിൽ വ്യക്തമായ ഹദീസ് നേരെ വന്നിട്ടില്ല, സൂചനയാണുള്ളത്. മിക്ക മദ്ഹബുകളുടെയും അഭിപ്രായം, ഷാഫിഈ മദ്ഹബിലെ, ഹംബലി മദ്ഹബിലെ അഭിപ്രായം കാലകറ്റി വെക്കണം എന്നാണ്, ചേർത്ത് വെക്കരുത് എന്നാണ്. അവർ പറഞ്ഞു കാരണം നിസ്കാരത്തിലെ പൊതുവായ നിൽപ്പ് അങ്ങനെയാണ്. നിസ്കാരം നിൽക്കുമ്പോൾ എങ്ങനെയാണ് കാല് വെക്കുന്നത്? അകറ്റിയിട്ടല്ലേ. റുക്കുവിൽ എങ്ങനെയാണ്? കാലകറ്റിയിട്ടാണ്. അപ്പോൾ സുജൂദിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം സുജൂദിൽ കാല് അടുപ്പിച്ചു വെക്കണം എന്ന് ഹദീസിലെവിടെയില്ല. അതാണ് അവരുടെ തെളിവ്. എന്നാൽ കാല് ചേർത്ത് വെക്കണം എന്ന് അഭിപ്രായപ്പെട്ടു. ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായം അതാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഇബ്നു ഖുസൈമ, ബൈഹഖി ഷാഫിഈയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ആധുനിക കാല പണ്ഡിതന്മാരിൽ അവരുടെയൊക്കെ അഭിപ്രായം ചേർത്ത് വെക്കണമെന്നാണ്. എന്താണ് തെളിവ്? സുബ്ഹാനല്ലാഹ്, അവരുടെ പണ്ഡിതന്മാർ അത് തെളിവ് പിടിച്ച രൂപം അത്ഭുതമാണ്. ആയിഷ ബിയുടെ ഹദീസാണ് അതിന് തെളിവ്. ആയിഷ ബിയുടെ ഒരു ഹദീസിൽ നേർക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചേർത്ത് വെച്ചിരുന്നു എന്ന് വന്നിട്ടുണ്ട്. അത് ഷാദാണ്, ഒറ്റപ്പെട്ട റിവായത്താണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതില്ലെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ഒരിക്കൽ രാത്രിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതായപ്പോൾ അവിടുത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി മസ്ജിദിൽ പോയി. അപ്പോൾ ഇരുട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ എൻ്റെ കൈ കൊണ്ടിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഹദീസിൽ കാണാം, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലാണ്, ഫവഖഅത് യദയ്യ അലാ ബത്നി ഖദമൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കാൽപാദങ്ങളുടെയും അടിയിൽ എൻ്റെ കൈ പതിഞ്ഞു. ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹം പറഞ്ഞു, ഒറ്റ കൈ 2 കാൽപാദങ്ങൾ ഒരേ സമയം പതിയണമെങ്കിൽ കാല് ചേർത്ത് വെച്ചിരിക്കണം. മനസ്സിലായി പറഞ്ഞു? ഒറ്റ കൈ ഒരേ സമയം 2 കാൽപാദങ്ങൾക്കുമേൽ പതിയണമെങ്കിൽ 2 ചേർത്ത് വെച്ചിരിക്കണം. അതാണ് തെളിവ്. അല്ല നേർക്ക് നേരെ
അവിടുന്ന് കാല് ചേർത്ത് വെച്ചിരുന്നു എന്ന റിവായത്ത് ദുർബലമാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഈ റിവായത്താണ് ചിലർ അതിന് തെളിവാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലതയുള്ള വിഷയങ്ങളിലൊന്നാണിത്. അല്ലാഹു അലം, ചേർത്ത് വെക്കുക എന്നതാണ് സുന്നത്തിനോട് യോജിച്ചതായി മനസ്സിലാകുന്നത്. അല്ലാഹു അലം. 12ാമത്തെ കാര്യം ജഅലു അത്റാഫി അസാബിഇഹി അലൽ ഖിബ്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളിലൊന്നാണ്. വിരലിൻ്റെ അറ്റങ്ങൾ ഖിബ്ലക്ക് നേരെയാക്കുക. കാൽവിരലിൻ്റെ അറ്റങ്ങളും കൈവിരലിൻ്റെ അറ്റങ്ങളും സുജൂദിൽ നിൽക്കുമ്പോൾ, സുജൂദിൽ മാത്രമല്ല നിസ്കാരത്തിൽ മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഖിബ്ല വളരെ പ്രധാനപ്പെട്ടതാണ്. ഖിബ്ലയിലേക്ക് നേരെ വരുന്ന രൂപത്തിൽ ശരീരത്തെ മൊത്തം ആക്കുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ. ഖിബ്ല വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. ഖിബ്ലയിലേക്കാവും. കാരണം അല്ലാഹു ഖുർആൻ കൽപ്പിച്ച കാര്യമാണ്. ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദിൽ ഹറാം. അപ്പോൾ ഖിബ്ലക്ക് നേരെയാക്കുക എന്ന് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. അപ്പോൾ സുജൂദിൽ പോകുമ്പോഴാകട്ടെ എല്ലാ സമയത്തും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കാലിങ്ങനെ വെക്കരുത്. ഇങ്ങനെ രണ്ട് രൂപത്തിൽ രണ്ട് സ്ഥലത്തേക്കായിട്ട് കാൽ വെക്കരുത്. കാൽ നേരെ വെക്കുക, ഖിബ്ലക്ക് നേരെ വരുന്ന രൂപത്തിൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഇതിൽ അങ്ങേറ്റ കണിശത പുലർത്തുമായിരുന്നു എന്നാണ്. അദ്ദേഹം തൻ്റെ കൈവിരലുകൾ ഖിബ്ലക്ക് നേരെ വെക്കും, തൻ്റെ തള്ളവിരൽ വരെ ഖിബ്ലക്ക് നേരെയാകാൻ അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു എന്നാണ്. കൈ സാധാരണ വെച്ചാൽ തള്ളവിരൽ എങ്ങോട്ടാണ് നിൽക്കുന്നത്, കുറച്ചൊന്ന് ചെരിഞ്ഞിട്ടാണ്. പക്ഷെ അതുവരെ നേരെയാകാൻ അദ്ദേഹം ശ്രദ്ധിക്കണം. നല്ല പിടിക്കണം, അങ്ങനെ എന്നാലേ ഇത് നിൽക്കോളും, നേരെ നിൽക്കോളും. അല്ലെങ്കിൽ തള്ളവിരൽ സ്വാഭാവികമായിട്ട് കുറച്ചൊന്ന് ചെരിഞ്ഞിട്ടാണ് നിൽക്കുക. അതുവരെ അദ്ദേഹം ഖിബ്ലക്ക് നേരെയാകാൻ ശ്രദ്ധിക്കുമായിരുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്, അസറിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലാകട്ടെ അവിടുന്ന് സുജൂദ് ചെയ്ത ഹദീസിൽ കാണാം. സമയം കുറച്ച് വൈകില്ലേ നിർത്താം. അവിടുന്ന് സുജൂദ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് തൻ്റെ കാൽ വിരലുകൾ മടക്കുമായിരുന്നു എന്നാണ്. മടക്കുക എന്ന് പറഞ്ഞാൽ ഖിബ്ലക്ക് നേരെ വിരൽ വരുന്ന രൂപത്തിൽ അമർത്തി വെക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുത്തി വെക്കാതെ വിരലിൻ്റെ അടിഭാഗം ഇങ്ങനെ അമർത്തി വെച്ചാൽ അത് ഖിബ്ലക്ക് നേരെയാകും. അപ്പോൾ അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തിരുന്നത് എന്ന് ഹദീസിൽ കാണാം. ഇമാം ബുഖാരി ധരിച്ച ഹദീസിൽ കാണാം, റഅയ്തുഹു ഇദാ സജദ ഇസ്തഖ്ബല ബിഅത്റാഫി അസാബിഇ റിജ്ലൈഹി അൽ ഖിബ്ല. തൻ്റെ വിരലിൻ്റെ അറ്റങ്ങൾ കൊണ്ട് അവിടുന്ന് ഖിബ്ലക്ക് നേരെയാക്കുമായിരുന്നു ഹദീസിൽ കാണാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖിബ്ല മൊത്തത്തിൽ നിസ്കാരത്തിൽ ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ അല്ലാത്ത സമയത്തോ നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഖിബ്ലക്ക് നേരെ തുപ്പി പോകുക എന്നുള്ളത്. ഒഴിവാക്കുന്ന കാര്യമാണ്. ഖിബ്ല എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. മലമൂത്ര വിസർജനത്തിൽ ഖിബ്ലൻ്റെ നേരേക്ക് ഇരിക്കാൻ പാടില്ല, നമ്മൾ ശ്രദ്ധിക്കണം. 13ാമത്തെ കാര്യം ഇതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. വദ്ഉ യദൈഹി ഹദ്വ മൻകിബൈഹി മബ്സൂതതൻ മദ്മൂമത്തുൽ അസാബിഅ. കൈവെക്കുക. സുജൂദിൽ എവിടെ കൈവെക്കേണ്ടത് അതാണ് ഇവിടെ പറയുന്നത്. ഹദ്വ മൻകിബൈഹി, അല്ലെങ്കിൽ അവൻ്റെ തോളുകൾക്ക് നേരെ വരുന്ന രൂപത്തിൽ ഇങ്ങനെ വെക്കുക. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചെവിക്കുറ്റികൾക്ക് നേരെ വരുന്ന രൂപത്തിൽ വെക്കുക. ഈ രണ്ട് സ്ഥലത്തും സുജൂദിൽ കൈവെക്കാം, ഇതിനിടയിലും വെക്കാം. മബ്സൂതതൻ, എങ്ങനെ കൈവെക്കേണ്ടത്? പരത്തി വെക്കണം. ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ കെടുത്തി വെക്കരുത്. മബ്സൂത, കൈ പരത്തി വെക്കണം. മദ്മൂമത്തുൽ അസാബിഅ, വിരലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കണം. വിരലുകൾ ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കണം. ഈ പറഞ്ഞതെല്ലാം ഹദീസുകൾ വന്നിട്ടുണ്ട്. അബൂ ഹമീദ് സാഇദ് ഹദീസിൽ കാണാം, കാന ഇദാ സജദ വദഅ കഫൈഹി ഹദ്വ മൻകിബൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്താൽ അവിടുന്ന് തൻ്റെ തോളിന് നേരെ കൈവരുന്ന രൂപത്തിലാണ് കൈവച്ചിരുന്നത്. അതുപോലെ തന്നെ ചെവിക്ക് നേരെയായിരുന്നു എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. വാഇൽ ഇബ്നു ഹുജറിൻ്റെ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. ബൈഹഖി ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ കൈ പരത്തി വെക്കണം, ഹദീസിൽ വന്നിട്ടുണ്ട്. ഓരോന്നായി പറയുന്നില്ല. വിരലുകൾ കൂട്ടിപ്പിടിക്കണമെന്ന് ഇബ്നു ഖുസൈമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. കാന ഇദാ സജദ ളമ്മ അസാബിഅഹു, അവിടുന്ന് സുജൂദ് ചെയ്താൽ തൻ്റെ വിരലുകൾ കൂട്ടിപ്പിടിക്കുമായിരുന്നു. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഇതുവരെ നമ്മൾ വിഷയത്തിൽ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് പറയാം. 13 കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ പറഞ്ഞത്. 14ാമത്തെ കാര്യം അൽ ഇഫ്തിറാഷു ബൈന സജ്ദതൈൻ. രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കുക. ഫിറാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയുന്ന വാക്കാണ് ഫിറാഷ്. ഫിറാഷ് വിരിപ്പാണ്. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം തവറുക്കിൻ്റെ ഇരുത്തം. നിസ്കാരത്തിൽ 2 ഇരുത്തങ്ങളാണ് ഉള്ളത്. നിസ്കാരത്തിൽ ഇരിക്കൂലേ, ഇരുത്തം 2 ഇരുത്തങ്ങളാണ്. ഒന്ന് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം, 2 തവറുക്കിൻ്റെ ഇരുത്തം. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം സുന്നത്താകുന്നത് 2 സമയങ്ങളിലാണ്. ഒന്ന് 2 തശഹൂദുള്ള നിസ്കാരങ്ങളിൽ ഒന്നാമത്തെ തശഹൂദിൽ. ളുഹറാണെങ്കിൽ ളുഹറിൻ്റെ ആദ്യത്തെ തശഹൂദിൽ, മഗ്രിബാണെങ്കിൽ മഗ്രിബിലെ ആദ്യത്തെ തശഹൂദിൽ, 2 റക്അത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തഹിയ്യാത്ത് ചെല്ലുന്ന സമയത്ത്.
അതല്ലെങ്കിൽ 2 റക്അത്തുള്ള നിസ്കാരങ്ങളിൽ ഒറ്റ തശഹുദാണ് ഉണ്ടാവുക. ആ ഒരു തശഹുദ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അതാണ് സുന്നത്ത്. ചിലപ്പോൾ ഇഫ്തിറാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ്തിറാഷ് എന്ന് പറഞ്ഞില്ലേ, ഫിറാഷ് എന്ന് പറഞ്ഞാൽ എന്താ? വിരിപ്പാക്കാനാണ്. നിങ്ങൾ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കുമ്പോൾ ഇടത് കാല് വിരിപ്പാക്കിക്കൊണ്ട് അതിന് മുകളിലാണ് ഇരിക്കുന്നത് അല്ലേ? ഇരിക്കുന്നത് എങ്ങനെ? കാലിങ്ങനെ ഇടത് കാലിങ്ങനെ വെക്കും, എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഇരുത്തം അല്ലേ? ഇരുന്ന് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന പേര് അതിന് വന്നത്. ഇടത് കാല് ഫിറാഷ് ആക്കുന്നത് പോലെയാണത്, ഇടത് കാല് വിരിപ്പാക്കുന്നത് പോലെ. അതുകൊണ്ടാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് ആ ഇരുത്തത്തിന് പേര് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് മൈമൂന റളിയല്ലാഹു അൻഹ അവിടുത്തെ പത്നി പറഞ്ഞതായി കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖഅദ ഇത്മഅന്ന അലാ ഫഖിദിഹിൽ യുസ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇരുന്നാൽ, നിസ്കാരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ തൻ്റെ ഇടത് തുടയുടെ മുകളിലാണ് ഭാരം കൊടുത്തുകൊണ്ട് ഇരിക്കാറുണ്ടായിരുന്നത്. അതിന് മുകളിലാണ് ഇരുത്തുണ്ടാവുക. അപ്പോൾ ഇഫ്തിറാഷിൻ്റെ ഇരുത്തിരുന്നാൽ ശരിക്കും മനസ്സിലാവും, ഭാരം വരെ ഇടത് കാലിന് മുകളിലാണ്. മറ്റു ചില ഹദീസുകൾ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ കാണാം, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. കാന യഫ്രിഷു എന്നാണ് ഇഫ്തിറാഷ് വന്നത്. കാന യഫ്രിഷു റിജ്ലഹു അൽ യുസ്റ. അവിടുന്ന് തൻ്റെ ഇടത് കാൽ വിരിപ്പാക്കും, പരത്തി വെക്കും. ഇടത് കാൽ പരത്തിയിട്ട് അതിൻ്റെ മുകളിലാണ് ഇരുത്തം. വയൻസിബു റിജ്ലഹുൽ യുംന. വലത് കാൽ കുത്തി നിർത്തും. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം നിങ്ങൾക്ക് അറിയാലോ, ഒത്തിരി പറയേണ്ടതില്ല. അപ്പോൾ ഇതാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. ഈ ഇരുത്തം സുന്നത്താണ്. ഏതൊക്കെ നിസ്കാരങ്ങളിൽ? 2 നിസ്കാരങ്ങളിൽ, 2 തശഹുദുള്ള നിസ്കാരങ്ങൾ. ഒന്നാമത്തെ തശഹുദിലും സുബ്ഹ് പോലുള്ള നിസ്കാരങ്ങളിൽ ഉള്ള ഒരേ ഒരു തശഹുദിലും ഈ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അൽ-ഖാമിസ് അശർ 15-ാമത്തേത് അത്തവറുക്കു ഫിൽ അഖീർ. തവറുക്ക്, രണ്ടാമത്തെ ഇരുത്തം ജൽസത്തു തവറുക്കാണ്, തവറുക്കിൻ്റെ ഇരുത്തം. തവറുക്കിൻ്റെ ഇരുത്തം നിസ്കാരത്തിലെ അവസാനത്തെ തശഹുദിൽ, 2 തശഹുദുള്ള നിസ്കാരങ്ങളിൽ അവസാനത്തെ തശഹുദിൽ തവറുക്കിൻ്റെ ഇരുത്തമാണ് സുന്നത്തായിട്ടുള്ളത്. ഒരു തശഹുദുള്ള നിസ്കാരങ്ങളിലാണെങ്കിലോ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് സുന്നത്ത്. ഇപ്പോൾ വിത്തർ നിസ്കാരത്തിലാണെങ്കിൽ ഏതാണ് സുന്നത്ത്? ഇഫ്തിറാഷാണോ തവറുക്കാണോ? ഇഫ്തിറാഷാണ് സുന്നത്തായിട്ട്. അപ്പോൾ 2 തശഹുദുള്ള നിസ്കാരങ്ങളിൽ രണ്ടാമത്തെ തശഹുദിൽ തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം വിവരിക്കുന്ന ഹദീസിൽ അബൂ ഹുമൈദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഹദീസ്, നിസ്കാരത്തിൻ്റെ രൂപം വിവരിക്കുന്ന ഹദീസുകളിലെ അടിസ്ഥാനപരമായ ഹദീസുകളിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകൾ, നിസ്കാരം സൂക്ഷ്മമായി വിവരിച്ച സഹാബികളിൽപ്പെട്ട ഒരാളാണ് അബൂ ഹുമൈദ് അസ്സാഇദി, വാഇൽ ഇബ്നു ഹുജർ, അതുപോലെ തന്നെ അബൂ ഹുറൈറ, അതുപോലെ തന്നെ മറ്റ് സഹാബിമാരുണ്ട്. പക്ഷേ ഇവരുടെ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം വിശദമായി വിവരിക്കുന്ന ഹദീസുകളിൽപ്പെട്ടതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂ വിശദീകരിക്കുന്ന ഹദീസ് ഏത് സഹാബിയുടേതാണ് പ്രസിദ്ധമായിട്ടുള്ളത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. അതുപോലെ ഹജ്ജ് വിശദീകരിക്കുന്ന ഹദീസ് ഏതാണ് പ്രസിദ്ധമായിട്ടുള്ളത്? ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് മാത്രം ക്രോഡീകരിക്കുന്ന ഗ്രന്ഥമുണ്ട് ഹജ്ജിൻ്റെ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകൾ വിവരിക്കുന്ന അനേകം സഹാബികളുടെ ഹദീസുകളുണ്ട്. പക്ഷേ ഈ ഇബാദത്തുകൾ ചിലത് കൂടുതൽ വിവരിച്ച സഹാബിമാർ ചിലതുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ വിശദീകരിച്ചിട്ടുള്ള ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹയാണ്. കാരണം അവരാണ് രാത്രി അവിടുത്തെ ജീവിതം എന്താണെന്ന് അടുത്ത് കണ്ടയാൾ. അവിടുത്തെ അദബുകൾ കൂടുതൽ വിശദീകരിച്ച സഹാബിമാരാരാണ്? കൂടുതൽ അദബിൻ്റെ ഹദീസ് ആരത്താണ്? അനസ് ഇബ്നു മാലിക്കിൻ്റെ അരികിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ 10 വർഷം ഖാദിമായിരുന്നു. ഇങ്ങനെ ചില ഹദീസുകൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ചില ആളുകൾ, ചില സഹാബിമാരുടെ അരികിൽ ചില ഹദീസുകൾ കൂടുതൽ കാണാൻ സാധിക്കും. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലെ തവറുക്കിൻ്റെ ഇരുത്തം അബൂ ഹുമൈദ് അസ്സാഇദി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം. അദ്ദേഹം പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഇദാ ജലസ ഫി റക്അത്തിൽ ആഖിറ, അവിടുന്ന് അവസാനത്തെ റക്അത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഖദ്ദമ റിജ്ലഹു അൽ യുസ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇടത് കാല് അത് പുറത്തേക്ക് കൊണ്ടുവരും. എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം? പറഞ്ഞു കഴിഞ്ഞാൽ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് വലത് കാലിൻ്റെ കണങ്കാലിലൂടെ ഇത് പുറത്തേക്ക് കൊണ്ടുവരും. സാധാരണ നമ്മൾ തവറുക്കിൻ്റെ അടുത്ത് എങ്ങനെ ഇരിക്കുന്നതാണ് ഹദീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിലോ മറ്റോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ വല്ല ചിത്രത്തെ വെക്കേണ്ടി വരും. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. അതായത് അവൻ്റെ ഇടത് കാല് വലത് കാലിലൂടെ
വലത് കാലിൻ്റെ കണങ്കാലില്ലേ എൻ്റെ ഇടയിൽ കൂടെ പുറത്തുകൊണ്ടല്ലേ ചെയ്യുക. അങ്ങനെയാണ് അത് ഇരിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വനസബൽ ഉഖറ, വലത് കാല് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തിവെക്കും. വഖഅദ അലാ മഖഅദതിഹി, എന്നിട്ട് അവിടുന്ന് തൻ്റെ പിറകു ഭാഗത്തായി, മഖഅദ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം, ഒരാളുടെ പൃഷ്ഠഭാഗം, അത് ഭൂമിയിൽ ഉറപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് ഇരിക്കാറുള്ളത്. അപ്പോൾ തവറുക്കിൻ്റെ ഇരുത്തത്തിൽ നമ്മുടെ പിറകുഭാഗം ശരിക്കും ഭൂമിയിലാണ്. ഇടത് കാല് വലത് കാലിൻ്റെ ഭാഗത്ത് കൂടെ പുറത്തേക്ക് വരും, വലത് കാല് കുത്തിവെക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക, കാലിങ്ങനെ അല്ല, ഇടത് കാല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരും, വലത് കാല് കുത്തിവെക്കും. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് തവറുക്കിൻ്റെ ഇരുത്തം. തവറുക്കിൻ്റെ ഇരുത്തം വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരു രൂപം ഇപ്പോൾ കാണിച്ചു തരാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഒരു രൂപം രണ്ട് കാലും കെടുത്തി വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ കാലിങ്ങനെ ഇങ്ങനെ വെക്കുന്ന കാല് ഇതേപോലെ തന്നെ ഇടത് കാലം വെക്കുക, ഇങ്ങനെ തന്നെ ഇതേപോലെ തന്നെ കുത്തി വെക്കാതെ. മറ്റൊന്ന് വലത് കാലം കുത്തി വെക്കുക എന്നുള്ളതാണ്. മൂന്നാമതൊരു രൂപം, അത് ഷാദിദാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലത് കാൽ കുത്തി വെക്കുകയും ഇടത് കാലിൻ്റെ തുടയുടെയും കണങ്കാലിൻ്റെ ഇടയിൽ കൂടെ വലത് കാല് പുറത്തു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. ഇരുന്ന് കാണിച്ചു തരേണ്ടി വരും. ചിലപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് കാണിച്ചു തരും. അതായത് ഇരുത്തം അല്ലേ. ഇതാണ് തവറുക്കിൻ്റെ വേറൊരു ഇരുത്തം. 3 സുന്നത്ത് 3 രൂപങ്ങൾ വന്നിട്ടുണ്ട്. മറ്റേ രൂപം എങ്ങനെ രണ്ട് കാലം കടത്തി വെച്ചിട്ടുള്ള രൂപം കണ്ടിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ രൂപം. മറ്റേത് വലത് കാല് കുത്തിവെക്കുന്ന രൂപം എങ്ങനെ സൻതും ജസാക്കല്ലാഹു ഖൈർ. മറ്റേത് മൂന്നാമത്തെ. 3 രൂപം തവറുക്കിൻ്റെ ഇരുത്തത്തിന് വന്നിട്ടുണ്ട്. 3 രൂപം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ജസാക്കല്ലാഹു ഖൈർ. 16ാമത്തെ സുന്നത്ത് വദ്ഉൽ യദൈനി അലൽ ഫഖിദൈനി മബ്സൂതതൻ മദ്മൂമത്തൽ അസാബിഅ, 2 കൈകളും കാലിൻ്റെ തുടകൾക്ക് മുകളിൽ വെക്കുക. മബ്സൂതതൻ, ഇങ്ങനെ പരത്തിക്കൊണ്ട്, ഇങ്ങനെ കൂട്ടിപ്പിടിക്കരുത്, മറിച്ച് മബ്സൂതതൻ മദ്മൂമത്തൽ അസാബി, വിരലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട്. സംസ്കാരത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കേണ്ടത്? 2 കൈകളും തുടയുടെ മുകളിൽ വെക്കുക. മബ്സൂതതൻ, പരത്തിയിട്ടായിരിക്കണം. മദ്മൂമത്തൽ അസാബിഅ, വിരലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കണം. ഇങ്ങനെ പരത്തിയിട്ട് വെക്കരുത്. മദ്മൂമത്തൽ അസാബിഅ, പരത്തി വെക്കേണ്ട സമയം ഏതാണ്? നമ്മൾ സുന്നത്തിൽ പഠിച്ചതിൽ പരത്തി വെക്കേണ്ട സമയം ഏതാണ്? വിരൽ പരത്തി വെക്കേണ്ട സമയം റുക്കൂഅയിൽ അല്ലേ. കൂട്ടി വെക്കണം നമ്മൾ പറഞ്ഞ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സുജൂദിൽ, ഇപ്പോൾ ഇരുത്തത്തിൽ, പിന്നെ നമ്മൾ കൈ ഉയർത്തുന്ന സമയത്ത്. 3 സ്ഥലത്ത് കൈയുടെ വിരലുകൾ കൂട്ടിപ്പിടിക്കലാണ് സുന്നത്ത്. ഒരു സ്ഥലത്ത് പരത്തി വെക്കലാണ് സുന്നത്ത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം കൈകൾ തുടകളുടെ മുകളിൽ വെക്കുക എന്നതാണ്. ഹദീസിൽ വന്ന വിശദീകരണത്തിൻ്റെ ചുരുക്കം ഇതാണ്. ഒന്ന്, അവൻ്റെ കൈത്തണ്ട തുടയുടെ മുകളിൽ വെക്കുക. അതുപോലെ തന്നെ വലത് കൈ വലത് തുടയുടെ മുകളിൽ, ഇടത് തുടയുടെ മുകളിൽ, ഇൻദ റുക്ബ ഔ അല റുക്ബ, ഒന്നല്ലെങ്കിൽ കാൽമുട്ടിൻ്റെ അരികിൽ, അല്ലെങ്കിൽ കാൽമുട്ടിനോട് ചേർത്ത് വെച്ചുകൊണ്ട്. ഇതാണ് ഹദീസുകളിൽ വന്നതിൻ്റെ ചുരുക്കം. അല്ലാഹു അലം. 17ാമത്തെ കാര്യം അത്തഹ്ലീഖു ബി ഇബ്ഹാമിൽ യുംന വൽ വുസ്താ ഫി തശഹുദൈൻ, 2 തശഹുദുകളിലും വലത് കൈ തുടയുടെ മുകളിൽ വെച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞത് പരത്തി വെക്കണമെന്നാണ്. ഇനി ബാക്കി അതിൻ്റെ വിശദീകരണമാണ്. വലത് കൈയുടെ കാര്യത്തിൽ എന്താ വ്യത്യാസമുള്ളത്? തഹ്ലീഖ് ഹൽക്കയാക്കുക. അത്തഹ്ലീഖു ബി ഇബ്ഹാമിൽ യുംന വൽ വുസ്താ, ഇബ്ഹാം എന്ന് പറഞ്ഞാൽ തള്ളവിരൽ കൊണ്ടും, വൽ വുസ്താ, ഇതാണ് നടുവിരൽ. ഈ 2 വിരലുകൾ കൊണ്ട് എന്തുണ്ടാക്കുക? ഹൽക്ക ഉണ്ടാക്കുക. ഹൽക്ക എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഉണ്ടാക്കുക. അത്തഹ്ലീഖു ബി ഇബ്ഹാമിൽ യുംന വൽ വുസ്താ ഫി തശഹുദൈൻ, 2 തശഹുദുകളിലും കൈ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുക. ഇതാണ് അൽ യുംന വൽ വുസ്താ, അൽ ഇബ്ഹാം വൽ വുസ്താ, തള്ളവിരലും അതുപോലെ തന്നെ നടുവിരലും കൊണ്ട് ഒരു വട്ടമുണ്ടാക്കുക. അതുപോലെ തന്നെ അങ്ങനെ പിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള 2 വിരലുകൾ ഇത് കൂട്ടിപ്പിടിക്കണം. ഈ 2 വിരൽ കൂട്ടിപ്പിടിക്കുക. ഈ 2 വിരലുകൾ കൊണ്ട് വട്ടമുണ്ടാക്കുക. 18ാമത്തെ കാര്യം അൽ ഇഷാറത്തു ബിസ്സബ്ബാബത്തിൽ യുംന ഫീഹിമ. സബ്ബാബ എന്ന് പറഞ്ഞാൽ സബ്ബാഹ എന്നും പറയാറുണ്ട്, സബ്ബാബ എന്നും പറയാറുണ്ട്. ഇത് ചൂണ്ടുവിരൽ. ആൾക്കാർ
ശബ് എന്ന് പറഞ്ഞാൽ ചീത്ത പറയും. ചീത്ത പറയുമ്പോൾ ഏത് വിരലാണ് ഉപയോഗിക്കുക? ഈ വിരലാണ് ഉണ്ടായിരിക്കുക. സബ്ബാഹ എന്നും പറയാറുണ്ട്. തസ്ബീഹിൻ്റെ സമയത്തും മറ്റൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ കൈവിരൽ ചൂണ്ടല, ആകാശത്തേക്ക് ചൂണ്ടലാണ് അള്ളാഹുവിന് ഉദ്ദേശം. ഇപ്പോൾ അൽ ഇഷാറത്തു ബിസ്സബ്ബാബത്തിൽ യുംനാ ഫീഹിമ, വലത് കൈ കൊണ്ട് ചൂണ്ടി പിടിക്കുക. വലത് കൈ കൊണ്ട് ചൂണ്ടുമ്പോൾ എങ്ങനെ പിടിക്കേണ്ടത്? ഇതിങ്ങനെ ഹൽക്കയാക്കുക, ഒരു വട്ടത്തിലാക്കുക. മറ്റൊരു രൂപം വന്നിട്ടുള്ളത് മൂന്നും കൂട്ടിപ്പിടിക്കുക, ഇതതിൻ്റെ മുകളിൽ വെക്കുക, തള്ളവിരൽ 3 വിരൽ ചുരുട്ടി പിടിക്കുക, ഒരു വിരൽ അതിൻ്റെ മേലെ വെക്കുക, ഈ തള്ളവിരൽ, എന്നിട്ട് ഈ വിരലുകൊണ്ട് ചൂണ്ടി കാണിക്കുക. അതല്ലെങ്കിലുള്ള രൂപം ഇതേപോലെ ഹൽക്കയാക്കുക. ഈ 2 രൂപം വന്നിട്ടുള്ളൂ. 19ാമത്തെ കാര്യം അൽ ഇൽത്തിഫാത്തു യമീനൻ ഫി തസ്ലീമത്തിൽ ഊല. 20ാമത്തെ കാര്യം അൽ ഇൽത്തിഫാത്തു ഷിമാലൻ ഫി തസ്ലീമത്തി സാനിയ. 1ാമത്തെ സലാം പറയുമ്പോൾ വലതുഭാഗത്തേക്ക് മുഖം തിരിക്കുക. 2ാമത്തെ സലാം പറയുമ്പോൾ ഇടതുഭാഗത്തേക്ക് തിരിക്കുക. സലാം പറയൽ എന്താണ്? സലാം പറയൽ നിസ്കാരത്തിൽ എന്താണ് ഒരു വിധി? സുന്നത്താണോ? പിന്നെ റുക്നാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു സലാം പറയാന്നുള്ളത് റുക്നാണ്. പക്ഷേ സലാം പറയുമ്പോൾ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കുക എന്നുള്ളത് സുന്നത്താണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിൻ്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു കഴിഞ്ഞാൽ കാന യുസല്ലിമു അൻ യമീനിഹി വഅൻ ശിമാലിഹി ഹത്താ യുറാ ബയാദു ഖദ്ദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൻ്റെ വെളുപ്പ് പിറകിലുള്ളവർക്ക് കാണാവുന്ന അത്ര അവിടുന്ന് തൻ്റെ തല തിരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ സലാം പറയുമ്പോൾ നന്നായി തിരിച്ചാൽ, കാരണം നമുക്ക് തിങ്ങിയ താടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കവിളിൻ്റെ വെളുപ്പ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായി തിരിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും തൻ്റെ തല തിരിക്കുമായിരുന്നു സലാം പറയുന്ന സന്ദർഭത്തിൽ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിൻ്റെ ഹദീസ്. 20 സുന്നത്തുകളാണ് ഹദീസിലുള്ളത്. ഇതല്ലാതെ ഈ സുന്നത്തുകൾ നിസ്കാരത്തിൽ ധാരാളമുണ്ട്. ഇത് പ്രധാനപ്പെട്ട സുന്നത്തുകൾ എന്ന് പറയാവുന്ന കാര്യമാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിസ്കാരത്തിൽ പറയാവുന്ന പ്രവൃത്തിയിലുള്ള സുന്നത്തുകൾ ധാരാളം വേറെയുമുണ്ട്. ഉദാഹരണത്തിന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ എല്ലാ ഉയർച്ചയിലും എല്ലാ താഴ്ചയിലും കൈ ഉയർത്തുക എന്നുള്ളത് സുന്നത്താണ്. ചില സന്ദർഭങ്ങളിൽ അത് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന സമയത്ത് പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ചില ആയത്തുകൾ ഇടക്കുറക്കം ഓതുക എന്നുള്ളത് സുന്നത്താണ്. അതുപോലെ തന്നെ സലാം പറയുന്ന സമയത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് വലതുഭാഗത്തേക്ക് പറയുമ്പോൾ ഒരു തവണ പറയാന്നുള്ളതും ഇടതുഭാഗത്തേക്കാവുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് മാത്രമാക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ ചെയ്തിരുന്ന സുന്നത്താണ്. അപ്പോൾ സാധാരണ പറയില്ല എങ്ങനെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ചില സമയങ്ങളിൽ അവിടെ നിന്ന് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഇടതുഭാഗത്തേക്ക്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചില സന്ദർഭങ്ങളിൽ ചെയ്യുക എന്നത് സുന്നത്താണ്. നിസ്കാരത്തിൻ്റെ രൂപം പഠിപ്പിക്കുന്ന കിതാബുകൾ ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാർക്കും അല്ലെങ്കിൽ മിക്ക പണ്ഡിതന്മാരും എഴുതുന്ന കിതാബുകളിൽപ്പെട്ടതാണ് നിസ്കാരത്തിൻ്റെ രൂപം പഠിപ്പിക്കാനാണ്. നിസ്കാരത്തിൻ്റെ രൂപം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് അത് ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക, സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. وهذا والله تعالى أعلم بالصواب. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.